ഇന്ന് ടൗൺസ്വില്ലിലെ വെള്ളപ്പൊക്കത്തിൻ്റെ കഥയാട്ടോ ഞാൻ പറയാൻ പോണത്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ കാറിൽ നിറച്ച് വെള്ളം കയറിയിട്ട് ഞാനത് കോരി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാറിൽ നിറയെ വെള്ളം കയറാൻ പാകത്തിന് അതുപോലെ വെള്ളം പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു, വെള്ളം ഭയങ്കരമായിട്ട് പൊങ്ങുന്നുണ്ടായിരുന്നു. ഭയങ്കര സീനായിരുന്നു കേട്ടോ കുറച്ച് ദിവസത്തേക്ക്. ഞാനാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് കരിയാപ്പിൽ അടിച്ചു മാറ്റുന്ന കരിയാപ്പ്. ആരുടെയോ കരിയാപ്പാണ്, പക്ഷേ ഞാൻ വരുന്ന വഴിക്ക് എന്നും അടിച്ചു മാറ്റാറുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് വരുന്ന സമയപ്പോഴത്തേനും വെള്ളം ഏകദേശം ഒതുങ്ങിയായിരുന്നു, ഇറങ്ങിയായിരുന്നു. പക്ഷെ നല്ല കാറ്റായിരുന്നു കേട്ടോ. കാറ്റും മഴയും നല്ലോണം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ അവിടുത്തെ ഉള്ള ഒരു ഓറഞ്ച് മരം. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇത്. ഇതൊക്കെ ഞാൻ എൻ്റെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെയാണ്. തിരിച്ച് വീട്ടിൽ വന്ന് നമ്മൾ സ്മൂത്തിയൊക്കെ അടിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് പുറത്തോട്ട് നോക്കിയപ്പോഴാണ് നമ്മുടെ നാട്ടിലെ പിള്ളേർ ഇതുപോലെ വെള്ളത്തിൽ കളിക്കാൻ ഇറങ്ങുന്ന പോലെ ഇവിടുത്തെ പിള്ളേരും ഈ ഫ്ലഡൊക്കെ വരുമ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു മിച്ചറൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം തീർത്തു. അടുത്ത ദിവസം ഇത് ചേട്ടന് ഡൊമിനോസിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ കൂടെ പുറത്ത് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഡോണേനെ വിളിച്ചിട്ടാണ് വന്നത്. അവൾ ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ. അപ്പോൾ മഴയൊക്കെ ആയിരുന്നു, വരുന്നോന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാർ വേഗം പെട്ടിയും കിടക്കൊക്കെ എടുത്തേക്കും പോകുന്നു. ഇതൊക്കെ നമ്മൾ വൂളീസിലെ കാഴ്ചകളാണ് കേട്ടോ. അവിടുത്തെ എല്ലാ സംഭവങ്ങളുമാണ്. നമുക്ക് ഇതുപോലെ ആരൊക്കെയാണോ എന്തൊക്കെയാണോ ഇതുപോലെ പൂവൊക്കെ തരുന്നതെന്ന് അങ്ങ് ആലോചിച്ച് അവിടെ നിന്ന് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫുഡ് കഴിച്ചു, വീണ്ടും ഫുഡ് കഴിച്ചു. മഴവെള്ളത്തിനെയും വെള്ളപ്പൊക്കത്തിനെയും മഴേനെയൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ സ്വീകരിച്ചത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ചേട്ടൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാനും അവളും കൂടെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഡാൻസൊക്കെ കളിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങൾ അത്യാവശ്യം യൂട്യൂബും ഷാൻജിയോനൊക്കെ നോക്കിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉണ്ടാക്കി. അതിൽ നമ്മൾ വീണ്ടും 2-3 സിനിമയൊക്കെ കണ്ടു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ വന്നത്. ചേട്ടനൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ ഭയങ്കര സന്തോഷമായി നെയ്ച്ചോറ് ചിക്കനൊക്കെ കണ്ടു കഴിഞ്ഞപ്പം. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പക്ഷേ ഞങ്ങളിവിടെ അകത്ത് ഇതുപോലെ ഫുഡൊക്കെ കഴിച്ച് ആസ്വദിക്കുന്നുണ്ടെങ്കിലും പുറത്ത് കുറേ പ്രശ്നമായിരുന്നു കേട്ടോ. നല്ല സീനായിരുന്നു. ചില സ്ഥലങ്ങളിൽ ഇവാക്വേഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മൾ വീണ്ടും ഫുഡ് അടിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോയി. ഒരു ദിവസം പപ്സ് കഴിക്കാൻ തോന്നി കഴിഞ്ഞപ്പോൾ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്ന് ഞങ്ങൾ സ്വന്തമായിട്ട് എയർ ഫ്രയർ പപ്സൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചു. കാരണം നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഈ ഫ്ലഡിനെയൊക്കെ നേരിട്ടത്. ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത്, അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയപ്പോൾ അവസ്ഥയാണിത്. നമ്മുടെ പാത്ത് വേ ആയിരുന്നു, അത് പക്ഷേ വെള്ളമൊക്കെ കയറി മൂടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുഴപ്പമില്ല, ഇത് ഒരുവിധം പുറത്തൊക്കെ ഇറങ്ങാറായ ഒരു സമയമായിരുന്നു അത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇതുപോലെ മാളിൽ കയറിയിട്ട് ഇതുപോലെ ഫ്രാപ്പയൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഫുഡ് അടി ഇവിടെ അവസാനം.